ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്നൊരു കുക്കറിൽ ഒരു പ്ലം കേക്ക് ചെയ്താലോ. ഇതുപോലെ അടുപ്പ് കത്തിച്ച് അതിലൊരു പഴയ കുക്കർ വയ്ക്കുക. അതിനുള്ളിൽ ഒരു തിരികെ വയ്ക്കുക. അടപ്പ് വിസിലും വാഷറും ഇല്ലാതെ ജസ്റ്റ് മൂടി ഒരു 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യുക. ഇനി നമുക്കൊരു ബൗളിലേക്ക് 3 മുട്ട എടുത്തിട്ടുണ്ട്. വെള്ളമുട്ട, കോഴിമുട്ട, വെള്ളമുട്ട 3 മുട്ട എടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് ബീറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഒന്നുകിൽ ബീറ്റർ ഉപയോഗിക്കാം, അല്ലെങ്കിൽ വിസ്ക് ഉപയോഗിക്കാം, മിക്സിയിലാണെങ്കിലും കുഴപ്പമില്ല. ഞാനിപ്പം ബീറ്റർ ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നു. അതിലേക്ക് നമുക്ക് ഒരു 2 അടപ്പ് വാനില എസൻസ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ സ്മെല്ലുണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് 2 അടപ്പ് വാനില എസൻസ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. മുട്ട ഒത്തിരി അടിച്ച് പതയണമെന്നില്ല, ജസ്റ്റ് ഒന്ന് കലക്കി എടുത്താൽ മാത്രം മതി. വാനില എസൻസ് ഒഴിച്ച് 2 അടപ്പ് നമുക്കൊന്ന് ബീറ്റ് ചെയ്തിട്ട് നമ്മളുടെ തന്നെ കേക്ക് മിക്സ് ഉപയോഗിക്കുകയാണ് ചെയ്തിരുന്നത്. അത് പ്ലമ്മിൻ്റെ കേക്ക് മിക്സാണ് ഉപയോഗിക്കുന്നത്. നമ്മളിത് കൂട്ടി വച്ചേക്കുന്ന മിക്സാണത്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ബീറ്റർ മാറ്റി നേരെ ഇതിപ്പോൾ നമ്മൾ 250 ഗ്രാം പൊടിയാണ്, എല്ലാം കൂടി മൈദയും പഞ്ചസാരയും എല്ലാം കൂടി 250 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റാണ്. നമുക്കിത് ബീറ്റർ ഓൺ ചെയ്യാതെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ എഗ്ഗ് ബീറ്റർ ഉണ്ടായാലും കുഴപ്പമില്ല, ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി. മിക്സിനാണെങ്കിലും ഈ മുട്ട ജസ്റ്റ് ഒന്ന് അടിച്ചിട്ട് അതിലേക്ക് പൊടിയിട്ട് ഒന്ന് വിപ്പ് ചെയ്ത് 1-2 വിപ്പിങ് അടിച്ചിങ്ങ് എടുത്താൽ മാത്രം മതി. അപ്പോൾ നമ്മളുടെ പൊടിയും നമ്മളുടെ മുട്ടയുമായിട്ടൊന്ന് യോജിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബീറ്റർ മാറ്റി വയ്ക്കാം, സ്പാച്ചില ഉപയോഗിക്കാം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് 50 ഗ്രാം ബട്ടറാണ്. ധൃതിയായിരുന്നു, അതുകൊണ്ട് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് വയ്ക്കാൻ താമസിച്ചു പോയി. എന്നാലും അതിനകത്തുനിന്ന് ഒരു 50 ഗ്രാം ബട്ടർ ഇതിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി നമ്മുടെ സ്പാച്ചിലോട്ട് തേച്ച് നന്നായിട്ട് യോജിപ്പിച്ചാൽ മാത്രം മതി. മൊത്തം ആ മാവും നമ്മളുടെ ബട്ടറും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. അതിനുശേഷം ഇതിലേക്ക് ആവശ്യമായ ടൂട്ടി ഫ്രൂട്ടിയോ ഡ്രൈ നട്ട്സോ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ നമുക്ക് സോക്ക് ചെയ്ത് ചേർക്കാം. ഞാനിപ്പം സോക്ക് ചെയ്യാതെ ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കുകയോ ചെയ്യുന്നത് നമ്മളുടെ കുക്കറിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ മാവിലേക്ക് ബട്ടർ ചേർത്തു. ബട്ടർ ഒന്ന് നന്നായിട്ട് യോജിച്ച് വന്നപ്പോഴേക്കും നമുക്കതിലേക്ക് ടൂട്ടി ഫ്രൂട്ടി നമുക്ക് 100 ഗ്രാമോളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ടൂട്ടി ഫ്രൂട്ടി ചേർത്തു. ഇതിപ്പോൾ സോക്ക് ചെയ്തതല്ല, ജസ്റ്റ് വാങ്ങിച്ച അതേപോലെ തന്നെയുള്ള ഒരു പാക്കറ്റ് ഞാനങ്ങ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് നമ്മളുടെ കേക്കിൻ്റെ ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 6 ഇഞ്ചിൻ്റെ ടിന്നാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമ്മുടെ ബട്ടർ പേപ്പർ ഒരു ചെറിയ കഷ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന കൂട്ട് കണ്ടോ, നല്ല തിക്കായിട്ടുള്ള കൂട്ടാണ്. അത് നമ്മളുടെ കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തെടുക്കാം. ഫുള്ളൊന്ന് വടിച്ചൊന്ന് ഒഴിച്ചോട്ടെ. അപ്പോൾ ഫുള്ളൊന്ന് ടാപ്പ് ചെയ്തു. എയർ ബബിൾസൊക്കെ കളഞ്ഞു. ഇനി അലങ്കരിക്കണമെന്നുണ്ടെങ്കിൽ മുകളിൽ ടൂട്ടി ഫ്രൂട്ടിയോ നട്ട്സോ ബദാം പരിപ്പോ ഒക്കെ വെച്ച് നമുക്ക് അലങ്കരിക്കാവുന്നതാണ്. ഞാനിപ്പോൾ ജസ്റ്റ് കാഷ്യൂ നട്ട്സ് മാത്രം വെച്ചിട്ട് ഒന്ന് അലങ്കരിച്ചെടുക്കുന്നു. ഇനി നമ്മളുടെ പ്രീ ഹീറ്റ് ചെയ്ത കുക്കറിലേക്ക് നമുക്കിത് ഇറക്കി വെച്ച് കൊടുക്കാം. ഇതാ നമ്മളുടെ കുക്കറിവിടെ പ്രീ ഹീറ്റായിട്ടിരിപ്പുണ്ട്. ജസ്റ്റ് ഒന്ന് പതുക്കെ തുറന്നിട്ട് കൈയൊന്നും പൊള്ളിക്കാതെ 2 വശം വിരലിനകത്തേക്ക് വെച്ചുകൊണ്ട് പതുക്കെ ഇറക്കി വെച്ച് കൊടുത്തു. ആ നമ്മളുടെ തിരികയുടെ മുകളിലേക്ക് ഇറക്കി വെച്ചു. കുക്കർ കണ്ടത് വാഷറൊന്നുമില്ല, വിസിലും ഇല്ല. ജസ്റ്റ് ഒന്ന് അടയ്ക്കുക. 45 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യുക. ഒരു 40 മിനിറ്റ് ഒക്കെ ആകുമ്പോഴേക്കും നല്ല സ്മെല്ല് വരാൻ തുടങ്ങും. അതിനുശേഷം തുറന്ന് നോക്കിയാൽ മതി. ദാ നമ്മളുടെ നമ്മുടെ പ്ലം കേക്ക് ഒന്ന് പൊട്ടി വെടിച്ചിട്ടൊക്കെ ഉണ്ട്. നന്നായിട്ട് വെന്തിട്ടുണ്ട്. കുത്തി നോക്കി ഓക്കെ ആയിട്ടുണ്ട്. അപ്പം നമ്മളുടെ കുക്കറിലുള്ള പ്ലം കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓവനില്ലെങ്കിലും നമുക്ക് വീട്ടിലെങ്കിലും നമുക്ക് പ്ലം കേക്ക് ചെയ്യാവുന്നതാണ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു. ബൈ.